ക്രമാതീതമായിരുന്ന ലഹരി വസ്തുക്കളുടെ നിർബാധമായ ഉപയോഗം എന്നുള്ളത്. ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയുള്ള സാമൂഹിക തിന്മകളുടെയെല്ലാം താവളങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈമറി ക്ലാസ്സെന്നോ ഉന്നത കലാലയമെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റുമായി അന്താരാഷ്ട്ര ലഹരി മാഫിയയുടെ കഴുകൻ കണ്ണുകൾ വലവിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മതഭേദങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സങ്കല്പമനുസരിച്ച് ഒരു മതത്തിൻ്റെ ഒന്നും നിറം കൊടുക്കേണ്ടതില്ല, മതേതരമായ മാനത്തോടുകൂടെ തന്നെ പറയട്ടെ, സരസ്വതി ക്ഷേത്രങ്ങളെന്നാണ് നമ്മൾ വിദ്യാലയങ്ങളെ വിളിക്കുന്നത്. അത്ര കണ്ട് പരിപാവനമായ ഒരു സ്ഥാപനമായാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് സരസ്വതി ക്ഷേത്രങ്ങളൊക്കെ കാലന്റെ കലാശമാട്ട വേദികളായി, കലാപഭൂമികളായി അധപ്പതിക്കുന്ന ഒരു കെട്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ നടന്നെടുത്തു. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ജാതിയും മതവും നിറവുമൊന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തായി എന്നിൽ മുതിർന്ന ഒരാള് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ തെരുവോരത്തൊക്കെ നിന്നുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ഇങ്ങോട്ട് പോയ യഥാർത്ഥ സോഷ്യലിസം കാണണമെങ്കിൽ അത് കള്ളുഷാപ്പിലാണെന്ന് പറഞ്ഞു. അവിടെ മതവുമില്ല, ജാതിയുമില്ല, എല്ലാവരും ഒരു ബെഞ്ചിലിരുന്നാണ് കുടിക്കുന്നത് പറഞ്ഞു. അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞാണെങ്കിൽ പോലും നല്ല നല്ല കാര്യങ്ങൾക്കൊന്നും ഒന്നിച്ചുകൂടാൻ നമുക്ക് വയ്യാതിരിക്കുകയും ഒരു കൂട്ടം കെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് വില കൊടുത്തും നമ്മൾ നമ്മുടെ സ്വത്തുങ്ങളെയൊക്കെ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു കോണിൽ ആരുടെയെങ്കിലും മാത്രം കുറ്റമായി ഞങ്ങൾ ഇവിടെ വിധി എഴുതുന്നില്ല. ഈ കേരള സമൂഹത്തിൽ ജനിച്ചു ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യം ഉപയോഗിക്കാത്തവരാണെങ്കിലും ഞങ്ങൾ ഇതിനെതിരെ ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് മാനവ സേവയാണ് മാധവ സേവ എന്ന മഹത്തായ ആപ്തവാക്യങ്ങൾ അമൃതൂട്ടി വളർത്തിയ ഭാരത സംസ്കാരത്തിന്റെ പിന്മുറക്കാരെന്ന നിലയ്ക്കും ഞങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശ്രീ യേശുക്രിസ്തു എന്ന ലോകാരാധ്യ ഗുരുവിന്റെ സാരോപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെങ്ങനെ കാണപ്പെടാത്ത ഈശ്വരനെ സ്നേഹിക്കുമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അങ്ങനെ ഒരു നാട് മുഴുവൻ തിന്മയുടെ തീച്ചൂളയിൽ നിന്ന് കത്തുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു സ്വച്ഛന്തമായ ആധ്യാത്മികതയെ വിശുദ്ധ ബൈബിൾ വിളംബരം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ നാടിനോട്, ഈ മണ്ണിൽ പാദമൂന്നി നടക്കുന്ന പച്ച മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കാത്ത ഒരാധ്യാത്മികതയോടും ബൈബിൾ സന്ധി ചെയ്യുന്നില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ബൈബിൾ പോലെ അഡ്രസ്സ് ചെയ്യുന്ന മറ്റൊരു പുസ്തകമില്ല എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ തന്നെ ഈ പൊതുജന സമക്ഷം പറയാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ആ തേരോട്ടം കണ്ടുകൊണ്ട് 2022 ഗാന്ധി ജയന്തി മുതൽ യോദ്ധ എന്നും വിമുക്തി എന്നും പേരിൽ പ്രചണ്ഡമായ ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ഈ കേരളക്കരയിൽ ലഹരിക്കെതിരെ പ്രഖ്യാപിത നിലപാട് കൈക്കൊണ്ട ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഞങ്ങൾ സർക്കാരിന്റെ അസദുദ്യമത്തിന് സർവാത്മന പിന്തുണ കൊടുക്കുകയാണ്. ഇവിടെ സർക്കാർ ചെയ്യുന്നത് ബോധവൽക്കരണമാണ്, ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ്. ഇവിടുത്തെ മതസംഘടനകളെല്ലാം മതഭേദങ്ങളില്ലാതെ ഏകസ്വരത്തിൽ അവരും പോരാടുന്നത് ലഹരിക്കെതിരെയാണ്. അതും ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ്. ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നതും എന്താണ്? ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് വളരെ വിദഗ്ധമായി കൃത്യവും യുക്തവുമായ മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ട് അവരും ചെയ്യുന്നത് ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ്. ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? അതും ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ്. ഇങ്ങനെ ഒരു വശത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടക്കുകയും മറുവശത്ത് മദ്യത്തിന്റെ സുലഭത ഉറപ്പുവരുത്തിക്കൊണ്ട് ബോധവിരുദ്ധമായ ലഹരിവൽക്കരണവും നടക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ആ സാമൂഹിക പ്രശ്നത്തെ അങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു തള്ളാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ സർക്കാർ പരിശ്രമിക്കാത്തത് കൊണ്ടല്ല. എല്ലാ നാനാമുഖത്തുനിന്ന് ലഹരിക്കെതിരെ നെടുങ്കോട്ടകൾ തന്നെ ഉയർത്തിക്കെട്ടിയിട്ടും മനുഷ്യന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ലഹരിയുടെ ആസക്തികളെ അടിച്ചമർത്താൻ മനുഷ്യന് സാധിക്കുന്നില്ല. അനുബന്ധമായ സാമൂഹിക പ്രശ്നങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കേരളക്കര ജില്ലയ്ക്ക് ഓരോന്ന് വീതമുള്ള 14 കുടുംബ കോടതികളിലും തീർപ്പാക്കാനാകാതെ പൊടിതട്ടിക്കിടക്കുന്ന
നീതിപീഠത്തിന് തന്നെ തലവേദനയായ കൂറ്റൻ ഫയലുകളിൽ കുരുങ്ങിക്കിടക്കുന്ന കുടുംബകലഹ കേസുകളുടെ എല്ലാം പിന്നിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറഞ്ഞ് ഈ മദ്യപാനമാണ്. നമുക്കറിയാം എത്രയോ റോഡ് അപകടങ്ങൾ നമ്മുടെ നാടിൽ നമ്മുടെ വിലപ്പെട്ട ജീവൻ പൊലിക്കുന്നു. അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അത് മികവിന്റെ കുറവ് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ലഹരി ഉപയോഗിച്ചുള്ള വാഹനമോട്ടം കൊണ്ട് എത്രയോ വിലപ്പെട്ട ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു വീഴുന്നു. ISROയിലെ സയന്റിസ്റ്റുകളായി ഭാവിയിൽ തീരേണ്ടവർ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണയന്ത്രം തിരിക്കേണ്ട കരുത്തുറ്റ കരങ്ങൾക്ക് ഉടമകളായവർ, ഇന്ത്യയുടെ വൈജ്ഞാനിക മേഖലകളെ മുഴുവൻ അടക്കി ഭരിക്കേണ്ട വിജ്ഞാന സാമ്രാട്ടുകളാകേണ്ടവർ, എത്ര ഇതിഹാസതുല്യമായ ഒരുപക്ഷെ ഒരു നോബൽ സമ്മാനമോ ബുക്കർ പ്രൈസോ നമ്മുടെ നാട്ടിലേക്ക് ഇനിയും കൊണ്ടുവരുവാൻ കഴിയുന്ന എത്രയോ പ്രതിഭകളെ ജീവിതത്തിന്റെ കുരുന്നിലെ നുള്ളിക്കളയുന്ന, അവരുടെ ഭാവി ഇടവഴിയിൽ ഇരുട്ടിലേക്ക് തള്ളിയിടുന്ന, നമ്മുടെ എത്രയോ സഹോദരിമാരുടെ താലിച്ചരടർത്ത് അവരെ വൈദവ്യത്തിന്റെ കണ്ണീർ കയത്തിലേക്ക് കരുണയില്ലാതെ ചവിട്ടിത്താഴ്ത്തിയ, എത്രയോ അച്ഛനമ്മമാരെ മക്കളില്ലാത്തവരാക്കി തീർത്ത, എത്രയോ മക്കൾക്ക് അച്ഛനമ്മമാരില്ലാതെ അനാഥത്വത്തിന്റെ എങ്ങുമെത്താത്ത തുറസിലേക്ക് അവരെ തള്ളിയിട്ട ഈ അന്ധകവിത്തിനെ നമുക്ക് എന്തുകൊണ്ട് പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായൊരു ഉത്തരം, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കണ്ട് പരിശ്രമിച്ചാലും നിയമം കൊണ്ട് നിരോധിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഈ ലഹരി വസ്തുക്കളുടെ മനുഷ്യന്റെ ആസക്തി എന്ന് പറയുന്നത്. നമ്മൾ സമ്മതിച്ചേ മതിയാകും. അതുകൊണ്ട് നിരോധിക്കേണ്ടെന്നല്ല ഞങ്ങൾ ഈ പറയുന്നത്. പക്ഷെ നിരോധനം കൊണ്ട് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും മദ്യാസക്തിയിൽ നിന്നോ മയക്കുമരുന്നിന്റെ ആസക്തിയിൽ നിന്നോ മനുഷ്യർ വിമോചിക്കപ്പെട്ട ചരിത്രമില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഈ കഞ്ചാവും ബ്രൗൺ ഷുഗറും MDMA-യും LSD-യും ഒക്കെ വിൽക്കുന്ന സർക്കാരിന്റെ ഓരോ ഔട്ട്ലെറ്റും ഇന്ത്യ മഹാരാജ്യത്തില്ല. പക്ഷെ ഇവിടെ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ, മുൻ കേരള സർക്കാർ 518 ബാറുകൾ പൂട്ടി. നല്ല കാര്യം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? മലയാള മനോരമയിൽ പോലുള്ള പത്രങ്ങൾ എഴുതി അന്യസംസ്ഥാന തൊഴിലാളികൾ ചോറിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിച്ചുവെന്ന്. അപ്പോൾ നിയമം കൊണ്ട് ഇതൊക്കെ നിരോധിക്കാൻ സാധിക്കുന്നതിന് പരിധിയുണ്ട്. മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ ഈ നിയമങ്ങളെല്ലാം അപര്യാപ്തമാണ്. നല്ല സാരോപദേശങ്ങൾ ചൊല്ലുന്ന മതനേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല, വിശ്വാസപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയും മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിന്റെ നെല്ലിപ്പലക അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ ആത്യന്തികമായ കാരണം എന്താണ്? ഒരു സാമൂഹിക ശാസ്ത്രകാരനോട് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ സാമൂഹിക ശാസ്ത്ര വിശകലനം ഉണ്ടാകും. ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണെങ്കിൽ അതിന് പറയാൻ 100 രാഷ്ട്രീയ യുക്തികൾ ഉണ്ടാകും. പക്ഷെ ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതനുസരിച്ചും ഞങ്ങൾ പ്രചരിപ്പിച്ചത് കൊണ്ട് അനേകരെ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ആ യാഥാർത്ഥ്യത്തിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടും ഞങ്ങൾക്ക് പറയാൻ പറ്റും, മനുഷ്യന്റെ പാപമാണ് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ വ്യക്തതയ്ക്ക് വേണ്ടി പറയുന്നു. മദ്യപിക്കുന്ന പാപമല്ലെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. മദ്യപിക്കുമ്പോൾ ഒരാൾ പാപിയാകുന്നതല്ല, കൊലപാതകം ചെയ്യുമ്പോൾ ഒരാൾ പാപിയാകുന്നതല്ല, അരാഷ്ട്രീയവാദിയാകുമ്പോൾ അയാൾ തെറ്റുകാരനാകുന്നതല്ല. നേരെ മറിച്ച് പാപി ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു. നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ളൊരു മാവ്, അത് മാങ്ങ കായ്ക്കുമ്പോഴല്ല മാവാകുന്നത്, കായ്ച്ചില്ലെങ്കിൽ കായ്ക്കാത്ത മാവാണെന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ പ്രത്യക്ഷമായ നീചകർമ്മങ്ങളൊന്നും ചെയ്യാതെ പരമസാത്വികരായി ജീവിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രതിഭാസമാണ് പാപമെന്ന് പറയുന്നത്. അവസരം കിട്ടിക്കഴിയുമ്പോൾ നാട് നടക്കുന്ന ഒരു കൊടും കുറ്റവാളിയാക്കി നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തിന്മയുടെ ഒരു വിത്ത് നമ്മുടെ എല്ലാ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. അതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപമെന്ന് പറയുന്നത്. ഈ പാപമെന്ന് പറയുമ്പോൾ ബൈബിളിന്റെ മാത്രം കുത്തകയായ ഒരു പദമൊന്നുമല്ല. എല്ലാ മതസാഹിത്യങ്ങളും മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എവിടെയാണ് ബൈബിളിന്റെ വ്യതിരിക്തത? സുഹൃത്തുക്കളെ, ബൈബിളിന്റെ മതഗ്രന്ഥമല്ല. ബൈബിളിന്റെ വ്യതിരിക്തത എവിടെയാണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ പാപമോചനത്തിന്റെ പാത മനുഷ്യവർഗത്തിന്റെ നടുവിൽ തുറന്നിട്ടിരിക്കുന്ന പുസ്തകം അത് ബൈബിളാണ്. മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി ഈ ഭൂപ്പരപ്പ് ദർശിച്ച ഒരേ ഒരു പുണ്യപുരുഷ വിശേഷം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇന്ത്യക്ക് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിശ്വചരിത്രത്തെ രണ്ടായി വിഭജിച്ച കാലത്തിന്റെ വജ്രരേഖയായി ജന്മമെടുത്തുകൊണ്ട് കന്യാമറിയമെന്ന ധന്യായ വനിതയുടെ പാവനമായ ഉദരത്തിൽ കൂടെ അവിടുന്ന് ഉത്ഭൂതമായി യേശുക്രിസ്തു ഇവിടെ ജനിച്ചു വീണത് സപ്തനക്ഷത്ര നിലവാരമുള്ള കൊട്ടാരത്തിലൊന്നുമല്ലായിരുന്നു, ചന്ദനക്കട്ടിലിൽ പട്ടുമെത്തയിലല്ലായിരുന്നു. ദരിദ്രനായി പാരിന്റെ നാഥൻ ഇവിടെ പിറന്നു വീണു. തീരെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിൽ 39 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു.
ആ 3.5 കൊല്ലത്തെ, അതിൽ തന്നെയും 10% താഴെ വരുന്ന 3.5 കൊല്ലത്തെ ക്രിസ്തുദേവന്റെ ഐതിഹാസികമായ പ്രേക്ഷിത പ്രവർത്തന കാലഘട്ടം. ആ പ്രേക്ഷിത പ്രവർത്തന കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ വിമോചനത്തിന്റെ പാത മലർക്ക തുറന്നിട്ട കാലഘട്ടം. ശാന്തിയില്ലാത്തവന്റെ സ്നേഹിതനായ ക്രിസ്തു, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി, ആശയില്ലാത്തവന്റെ ആശ്രയമായി, അവന് ഗീതയും ഗാഥയും പുത്തൻ സ്വരചക്രവാളങ്ങളെ സമ്മാനിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷകളുടെ മുഴുവൻ മൂർത്തിമത് ഭാവമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു വേദനിക്കുന്നവന്റെ ഒപ്പം വേദനിക്കുകയും സന്തോഷിക്കുന്നതോടൊപ്പം സന്തോഷിക്കുകയും മനുഷ്യന്റെ തോളോട് തോൾ ചേർന്ന് നടന്നൊരു ദൈവസങ്കല്പമല്ല ഈ ഭൂമി ദർശിച്ച നിത്യയാഥാർത്ഥ്യത്തെ അഭിമാനത്തോടു കൂടെ തന്നെ ഞങ്ങൾ പറയുന്നു, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ സാരോപദേശങ്ങൾ സമൂഹത്തെ മാറ്റിമറിച്ചതുപോലെ ഇന്ന് ലോകത്തെ മാറ്റിമറിക്കുന്ന മറ്റൊരു ചിന്താ പദ്ധതിയുമില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ സാധിക്കും. ഈ 2 സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്തും യേശുക്രിസ്തുവിന്റെ ആ ദിവ്യ സുവിശേഷം മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നത് പോലെ ഇവിടുത്തെ നിയമത്തിന് മനുഷ്യനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ നിയമവാഴ്ചക്കെതിരല്ല, നിയമത്തെ അനുസരിക്കണമെന്നാണ് ക്രിസ്തുവും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിയമത്തിനെതിരല്ല. പക്ഷെ ഇവിടുത്തെ പോലീസുകാരുടെ 3-ാം മുറയ്ക്ക് ലാത്തിച്ചാർജിനും ജയിലുകളിൽ ഏകാന്തവാസത്തിനും മെരുക്കെടുക്കാൻ പറ്റാത്ത ഗീതാകൃഷ്ണന്, ജോസ് വലപ്പാടിന്, ബെറി ജോർജിന്, ഞാനൊരു ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂൽ പഞ്ചായത്തുകാരനാണ്. ഇന്ന് അദ്ദേഹം സുവിശേഷകനല്ലെങ്കിലും സഖാവ് വെള്ളത്തൂൽ സ്റ്റീഫൻ ചേട്ടന് ആയുധം താഴ്ത്തിവെപ്പിച്ച പുസ്തകം ഞാൻ അഭിമാനത്തോടെ പറയുന്നു, അത് വിശുദ്ധ ബൈബിളാണ്. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിൽ മതഭേദങ്ങളും നിറഭേദങ്ങളും ഭാഷാഭേദങ്ങളും ഇല്ലാതെ പരിവർത്തനത്തിന്റെ പാത ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പാപമോചനത്തിന് വേണ്ടി യേശുക്രിസ്തു എന്താണ് ചെയ്തത്? യേശുക്രിസ്തു ആഗമനോദ്ദേശം പലവട്ടം അടിവരയിട്ട് പറഞ്ഞു, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിക്കാൻ വന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ഈ നാട്ടിലെ വ്യവസ്ഥിതികളെല്ലാം നല്ല മനുഷ്യരെ ചീത്തയാകാതിരിക്കാൻ വേണ്ടി ചീത്ത മനുഷ്യനോട് കൂട്ടുകൂടരുതെന്ന് പഠിപ്പിക്കുന്ന, അതങ്ങനെ തന്നെ വേണം, നമ്മൾ മനുഷ്യരാണ്. വ്യവസ്ഥിതികളിടയിൽ പാപികളെ തേടി വന്നൊരു വ്യക്തി, നന്നായി പഠിക്കുന്ന കുട്ടികളെയും പഠനത്തിൽ മികവുള്ള കുട്ടികളുമുണ്ട്, സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കും. ഇല്ലെങ്കിൽ പണം കൊടുത്താൽ എയ്ഡഡ് സ്കൂളിലും കൊടുക്കും. നിങ്ങൾ ചിന്തിക്കുക, 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ SSLCക്ക് ഉന്നത നിലവാര വിജയമുള്ള 80% അതിന് മുകളിലോ വിജയമുള്ള കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് പഠിപ്പിച്ച് 99% വിജയിപ്പിക്കുന്നതും, പാവപ്പെട്ടവന്റെ കുട്ടികളെ യാതൊരു ഗ്രേഡും നോക്കാതെ പഠിപ്പിച്ച് 80-75% സർക്കാർ സ്കൂളിലെ അധ്യാപകരെ പഠിപ്പിച്ച് ഇവിടെ വിജയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലവരെ മാത്രം ചേർത്ത് പിടിക്കുകയും കൊള്ളരുതാത്തവരെ തള്ളിക്കളയുകയും ചെയ്യുന്ന വ്യവസ്ഥയുടെ നടുവിൽ പാപികളെ തേടി വന്നൊരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. നീതിമാന്മാരെയല്ല പാപികളെ എത്ര വിളിക്കാൻ വന്നതെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ആ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി 3 കോടതിയിൽ 6 വട്ടം മാറി മാറി വിസ്തരിക്കപ്പെട്ടു. വിസ്താര കോടതിയിൽ ഒരിടത്തും ഒരിക്കൽ പോലും സംശയത്തിന്റെ നിഴലിൽ പോലും നിൽക്കാതെ കത്തി നിൽക്കുന്ന സൂര്യബിംബം പോലെ നീതിമാനാണെന്ന് ക്രിസ്തുവെന്ന് കോടതിക്ക് വിധി പറയേണ്ടി വന്നിട്ടും കൊടുങ്കുറ്റവാളിക്ക് കൊടുക്കുന്ന കൊലമരത്തിലേക്ക് ക്രിസ്തുവിനെ ആനയിച്ചു. അതിന്റെ കാരണം ബൈബിൾ പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ഇതൊരു അമ്മയമ്മ കഥയാണെന്ന് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഈ ലോകത്തെ 7 വൻകരകളിലെ മനുഷ്യവാസമുള്ള 5 വൻകരകളിലെയും ഭാഷാഭേദങ്ങളും മതഭേദങ്ങളും കുലഭേദങ്ങളും ഇല്ലാതെ മനുഷ്യവർഗത്തെ പാപത്തിന്റെ പടുത്ത പാശങ്ങളെ അറുത്തുമാറ്റിക്കൊണ്ട് പരിവർത്തനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിഹായസിലേക്ക് ഉയർത്തിവിട്ട ഒരേ ഒരു സന്ദേശം ഉയർത്തിവിടേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹസുവിശേഷമാണ്. യേശുക്രിസ്തു മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. കഠിനമായ പീഡനങ്ങളേറ്റുകൊണ്ട് ഒരു സമൂഹത്താൽ മുഴുവൻ അപഹാസ്യനും പരിതക്തനുമായി തീർന്നുകൊണ്ട് നട്ടുച്ചയ്ക്ക് ആളെപ്പടരുന്ന വെയിലിൽ ദൈവക്രോധത്തിന്റെ തീയിൽ പിതാവിനാൽ പരിത്യജിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സത്യദൈവത്തിന്റെ നേരവതാരമായ ക്രിസ്തു പിടഞ്ഞു മരിച്ചത് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ലോകം കണ്ട മഹാരഥന്മാരുടെ എല്ലാ ചരിത്രം ജനനത്തോടെ ആരംഭിച്ച് മരണം കൊണ്ടടയുമ്പോൾ മരണത്തിലും ചരിത്രം അവസാനിക്കാതെ ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു.
ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി പാപക്ഷമയും സൗജന്യമായി മരണാനന്തര ജീവിതവും വിശുദ്ധ ബൈബിൾ വിളംബരം ചെയ്യുന്നു. ശാന്തിയും സമാധാനവുമുള്ള ജീവിതം, സ്വച്ഛന്തമായ ജീവിതം, മാരകമായ ദുശീലങ്ങളുടെ ആലിംഗനത്തിൽ നിന്നും വിമുക്തി കൊണ്ടുകൊണ്ട് സ്വതന്ത്രമായ ജീവിതം, അങ്ങനെ സുന്ദരമായ ജീവിതം പാപമോചനത്തിൽ കൂടെ മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ സർവശക്തനായ ദൈവം, സ്നേഹവാരുതിയായ ദൈവം തുറന്നിട്ടുകൊണ്ട് മനുഷ്യവർഗത്തെ മാടി വിളിക്കുന്ന കാലണ മുടക്കണ്ട. ഇത്രമാത്രം പ്രിയപ്പെട്ടവരെ, ജീവിതം നിരാശയുടെ നീർച്ചുഴിയിലേക്ക് ആണ്ടാണ്ട് പൊങ്ങി പ്രതീക്ഷയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പും നിങ്ങളുടെ കണ്ണിന് വിദൂരമാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പ്രതീക്ഷയുടെ 1000 തിരിതാളങ്ങളാണെന്നൊരു വ്യക്തിപ്രഭാവത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളെ വിമുക്തരാക്കാൻ സാധിക്കും. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനിത്രമാത്രം. കർത്താവായ യേശുവെ അങ്ങന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയംഗമമായി വിശ്വസിക്കുന്നു. അങ്ങേ കർത്താവിന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. ഇത്രയും ഹൃദയംഗമമായി പറയുന്ന വ്യക്തി ബൈബിൾ പറയുന്നു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ബൈബിളിൽ ഒരു വാക്യം ആവർത്തിച്ച് പറഞ്ഞ എന്റെ വാക്കുകൾക്കൂടെ വിട കൊടുക്കുന്നു. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ച ബഹുമാനരായ